എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സംബന്ധിച്ച് ഏറ്റവും പുതിയ അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുന്നതിനും ഫൈനൽ കൺഫർമേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കും ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് എടുക്കാത്ത വിദ്യാർത്ഥികൾക്കും ജൂലൈ 23 നാളെ ഉച്ചയ്ക്ക് 2 മണി വരെ ഉള്ളിൽ അപേക്ഷ പൂർത്തീകരിക്കേണ്ടതാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പ് നിങ്ങൾക്ക് ഇവയെല്ലാം ചെയ്യാനുള്ള അവസരം യൂണിവേഴ്സിറ്റി സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അങ്ങനെ ചെയ്യാത്ത അപേക്ഷകളൊന്നും യാതൊരു കാരണവശാലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ലെന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അത് കാലിക്കറ്റ് സർവകലാശാല അറിയിച്ചിട്ടുണ്ട്. അതായത് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുന്നതിനും ആപ്ലിക്കേഷനിലെ തെറ്റ് വിവരങ്ങൾ തിരുത്തുന്നതിനും ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് അവ ചെയ്യുന്നതിനുമുള്ള അവസരമാണ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഒരുക്കി നൽകിയിട്ടുള്ളത്. അങ്ങനെ ചെയ്യാത്ത വിദ്യാർത്ഥികളെയൊന്നും യാതൊരു കാരണവശാലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ലെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 വിദ്യാർത്ഥികൾ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സംബന്ധിച്ച് ഏറ്റവും പുതിയ അറിയിപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എഡിറ്റിംഗ്, ഫൈനൽ കൺഫർമേഷൻ, ആപ്ലിക്കേഷൻ പ്രിൻ്റ് എന്നിവ ഒരുപാട് വിദ്യാർത്ഥികൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികളുണ്ട്. അപേക്ഷ പൂർത്തീകരിക്കാത്ത വിദ്യാർത്ഥികളുണ്ട്. അവർക്കിതാ ജൂലൈ 23 നാളെ ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ അപേക്ഷ പൂർത്തീകരിക്കേണ്ടതാണെന്ന് യൂണിവേഴ്സിറ്റി ഒഫീഷ്യലായി അറിയിപ്പ് നൽകിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അങ്ങനെ അപേക്ഷ പൂർത്തീകരിക്കാത്ത യാതൊരു വിദ്യാർത്ഥികളെയും ഈ വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ലെന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇന്നായിരുന്നു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് വരേണ്ട ഡേറ്റ്. പക്ഷേ അത് മിക്കവാറും മറ്റന്നാളോടുകൂടിയേ വരാൻ ചാൻസ് ഉള്ളൂ. കാരണം നാളെ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് അപേക്ഷയുടെ പ്രിൻ്റ് എടുക്കുന്നതിനും അപേക്ഷയിലെ വിവരങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിനും അപേക്ഷ ഫൈനൽ കൺഫർമേഷനായി നൽകേണ്ടതിനുള്ള ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുക്കാനുമുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നാളത്തേക്ക് വിദ്യാർത്ഥികൾക്ക് നീട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മറ്റന്നാളോട് കൂടിയായിരിക്കും ഇതിൻ്റെ റിസൾട്ട് വരിക എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. നിങ്ങൾക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ അറിയാൻ വേണ്ടി തന്നെ നമ്മുടെ ചാനലിൽ പ്രീമിയർ വീഡിയോ ഓൾറെഡി അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ആ പ്രീമിയർ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ബെല്ലേക്കാണ് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഡിഗ്രിയുമായി ബന്ധപ്പെട്ടും മറ്റ് വിദ്യാഭ്യാസപരമായ അറിയിപ്പുകൾക്കും ഒക്കെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ജൂലൈ 23 അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. ജൂലൈ 23 അപേക്ഷ എഡിറ്റ് ചെയ്ത് ഓൾറെഡി എഡിറ്റിങ്ങും ഫൈനൽ കൺഫർമേഷനും ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുത്ത ഒന്നും ചെയ്യാനില്ല. പക്ഷേ ചില വിദ്യാർത്ഥികൾ എന്തുണ്ട്, അപേക്ഷ മാത്രം നൽകിയിട്ട് ഈ എഡിറ്റിംഗ് ആവശ്യമുണ്ടാവില്ല, ഫൈനൽ കൺഫർമേഷൻ നൽകാതെ പോയിട്ടുണ്ടാവും. ഈ ഫൈനൽ കൺഫർമേഷൻ നൽകുന്ന അപേക്ഷകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഫൈനൽ കൺഫർമേഷൻ നൽകിയാൽ മാത്രം പോരാ, അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കൈകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ പ്രിൻ്റ് ഔട്ടായിട്ട് ലഭിച്ചു എന്ന് വിദ്യാർത്ഥികൾ ഉറപ്പുവരുത്തണം. അത് പ്രിൻ്റ് എടുക്കാൻ നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, അപേക്ഷ പ്രിൻ്റ് എടുക്കാൻ സാധിച്ചാൽ മാത്രമേ നിങ്ങളുടെ അപേക്ഷ എന്ത് ചെയ്യുന്നുള്ളൂ, പൂർത്തീകരിക്കുന്നുള്ളെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. നിങ്ങളുടെ വെബ്സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്ക് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ പൂർണ്ണമായിട്ടില്ല. അപേക്ഷ പൂർത്തീകരിച്ച വിദ്യാർത്ഥികളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ കാണും. അങ്ങനെ പ്രിൻ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളുടെ ഒരു അപേക്ഷകളും പൂർത്തീകരിക്കുന്നില്ല. പ്രിൻ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. ഐ ഡിക്ലെയർ എന്നൊരു ബോക്സിൽ ടിക്ക് ചെയ്തതിനു ശേഷം ഫൈനൽ കൺഫർമേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ മാത്രമേ നിങ്ങളുടെ അപേക്ഷ കൺഫർമേഷൻ ആകുന്നുള്ളൂ എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അതായത് എഡിറ്റിങ്ങും ഫൈനൽ കൺഫർമേഷനും ആപ്ലിക്കേഷൻ പ്രിൻ്റ് ജൂലൈ 23 ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ അപേക്ഷ പൂർത്തീകരിക്കേണ്ടതാണെന്നും യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ പൂർത്തീകരിക്കുന്ന അപേക്ഷകൾ മാത്രമേ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി പരിഗണിക്കുകയുള്ളൂ. അല്ലാതെ വരുന്ന യാതൊരു അപേക്ഷകളും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി പരിഗണിക്കുന്നില്ലെന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ വീഡിയോസ് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോക്ക് തരാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ സംശയങ്ങൾക്കുമുള്ള മറുപടിയും
ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്ത് കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.